കളക്ഷൻസ് വാങ്ങി വെച്ചിട്ട് അത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ അതിനെക്കൊണ്ട് അത് പെട്ടെന്ന് സെർച്ച് ചെയ്യാനും റിട്രീവ് ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. സോ ദേ മസ്റ്റ് ബി അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ആൻഡ് ദർ ആർ സം പ്രോബ്ലംസ് വൈൽ അറേഞ്ചിങ് ഡോക്യുമെന്റ്സ് ഇൻ ലൈബ്രറി. ലൈബ്രറിയിൽ നമ്മൾ ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ചില പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. ദേ ആർ ഓൾ, നമുക്കറിയാം ലൈബ്രറി കളക്ഷനിലെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ലെൻഡ് ചെയ്യാറില്ല. സം ആർ റെഫറൻസ് കളക്ഷൻ, ചിലത് റെഫറൻസ് കളക്ഷൻ ആണ്, ചിലത് ലോൺ കളക്ഷൻ ആണ്. നമുക്കറിയാം ലോൺ കളക്ഷൻ മാത്രമേ നമ്മൾ സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ, അല്ലാതെ റെഫറൻസ് കളക്ഷൻ നമ്മൾ ലോഞ്ച് ചെയ്യാറില്ല. അപ്പം അതിന് ആ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം അറേഞ്ച് ചെയ്യുമ്പോൾ. ആൻഡ് സം കളക്ഷൻസ് ആർ കെപ്റ്റ് ഇൻ ക്ലോസ്ഡ് ആക്സസ് വൈൽ അതേഴ്സ് ഇൻ ഓപ്പൺ ആക്സസ്. ചിലത് ക്ലോസ്ഡ് ആക്സസിലായിരിക്കും വെക്കുക, ചിലത് ഓപ്പൺ. അത് എന്താണ്, ആളുകൾക്ക് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവും വേണം. അതുപോലെ തന്നെ ഒരുപാട് കാലം ആ ഒരു സിസ്റ്റം അവർക്ക് ഫോളോ ചെയ്യാനും പറ്റണം. And it is best to arrange the documents by a classified open shelf collection. അപ്പം അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു അറേഞ്ച് ദം അക്കോർഡിംഗ് ടു ക്ലാസിഫൈഡ് ഓർഡർ. ക്ലാസിഫൈഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ക്ലാസ് നമ്പർ ഓർഡറിൽ ആൻഡ് ഓപ്പൺ ഷെൽഫ് കളക്ഷൻ, ഓപ്പൺ ഷെൽഫ് ആക്സസ് വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് ബെസ്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ, കളക്ഷൻ ഓർഗനൈസേഷനിൽ സെക്കൻഡ് ആസ്പെക്ട് ആണ് ക്ലാസിഫിക്കേഷൻ. Classification system organize library collections into subject-related categories. So similar topics will be grouped together on the shelf. അതായത് classification നമുക്കറിയാം related subjects, similar subjectsum related subjectsum അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഡോക്യുമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പം the library has to choose the scheme that is more suitable, keeping in mind a lot of aspects from the varieties of classification schemes. നമുക്കറിയാം ഒരുപാട് ക്ലാസിഫിക്കേഷൻ സ്കീംസ് ഉണ്ട്, DDC, UDC, CC. അപ്പം നമ്മളെ ലൈബ്രറിക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് സ്കീമാണോ ആ സ്കീം യൂസ് ചെയ്യുന്നതാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം യൂസ് ചെയ്യുന്നതാണ് better. And library should choose a scheme that is simple and also keep in mind Ranganathan's fifth law, library is a growing mechanism. ലൈബ്രറിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം ചൂസ് ചെയ്യുമ്പം രംഗനാഥന് ലൈബ്രറി സയൻസിലെ ലോസിലെ ഫിഫ്ത്ത് വൺ, അതായത് ലൈബ്രറി ഇസ് എ ഗ്രോയിങ് ഓർഗാനിസം. അവിടെ ലൈബ്രറിയിൽ കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം, പുതിയ ബുക്സ് വരുമ്പം പുതിയ കളക്ഷൻസ് വരുമ്പം അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അത് അറേഞ്ച്മെന്റിൽ ഉണ്ടായിരിക്കണം. അപ്പം അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. And once chosen, library should stick on to the same classification throughout. ഒരിക്കലും ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സെയിം ക്ലാസിഫിക്കേഷൻ സ്കീമിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അപ്പം ഇറ്റ് ഇസ് ബെസ്റ്റ് and it is mostly advisable to choose one classification scheme throughout. And the most widely used classification scheme in libraries today is Dewey Decimal Classification. It is being kept up to date. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാ കോളേജ് ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറി, ഏത് ലൈബ്രറി ആയിക്കോട്ടെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് DDC ആണ്, ഡ്യൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ. കാരണം അതിന് പുതിയ എഡിഷൻസ് വരുമ്പം അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. So that's all about classification. Third one, cataloging. The purpose of library catalog is to locate items within the library's collection. ലൈബ്രറിയിലെ കളക്ഷൻസ് ലൊക്കേറ്റ് ചെയ്തെടുക്കാൻ, റിട്രീവ് ചെയ്തെടുക്കാനുള്ള ഒരു ടൂളാണ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ദ കാറ്റലോഗ് ഈസ് യൂസ് ടു ഫൈൻഡ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഓതർ, ടൈറ്റിൽ, സബ്ജക്ട് ഓർ ഫോർമാറ്റ്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡോക്യുമെന്റ്സിനെ ലൊക്കേറ്റ് ചെയ്തെടുക്കുന്നതാണ് കാറ്റലോഗ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ്സ് serves users as a retrieval tool. നമുക്ക് ലൈബ്രറിയിലെ ഡോക്യുമെന്റ്സ് റിട്രീവ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് കാറ്റലോഗിനെ കാണുന്നത്. ആൻഡ് മെയിൻലി ഡിക്ഷണറി കാറ്റലോഗും ക്ലാസിഫൈഡ് കാറ്റലോഗും ഉണ്ട്. And Gelfand says, in small and medium-sized libraries, dictionary catalog is easy to use and maintain. But as the library grows, a divided dictionary catalog in two parts may be more successful. One part with author title part and the second part with subject part. ഇപ്പം ചെറിയ ലൈബ്രറികളൊക്കെ ആണെങ്കിൽ ഡിക്ഷണറി കാറ്റലോഗ് ആണ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ്. പക്ഷെ ആ ലൈബ്രറിന്റെ സൈസ് വലുതാവും, ഇതിന് യൂസേഴ്സ് ഒക്കെ കൂടുന്നതനുസരിച്ചിട്ടും യൂസേഴ്സ് ടൈപ്പ് ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ഒരു ഡിവൈഡഡ് ഡിക്ഷണറി കാറ്റലോഗ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്നാണ് ഗെൽഫാൻഡ് പറയുന്നത്. വൺ പാർട്ട് വിത്ത് ഓതർ, ഒരു ഭാഗത്ത് ഓതർ ടൈറ്റിൽ പാർട്ടും രണ്ടാമത് സബ്ജക്ട് പാർട്ട് ക്ലാസിഫൈഡ് ക്ലാസ് നമ്പർ വെച്ചിട്ടുള്ള അതും ആണ് പറയുന്നത്.
And it's always advisable to choose a classification scheme and cataloging practice according to the size of the library and users of the library. ലൈബ്രറിയിൽ ക്ലാസിഫിക്കേഷൻ സ്കീം ആവട്ടെ അല്ലെങ്കിൽ കാറ്റലോഗിങ് പ്രാക്ടീസ് ആവട്ടെ, ഏതാണെങ്കിലും അവിടുത്തെ ലൈബ്രറിന്റെ സൈസും യൂസേഴ്സും ഒക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത്, ലാസ്റ്റ് വൺ, ആക്സസ് ടു മെറ്റീരിയൽസ്. നമുക്കറിയാം ലൈബ്രറിയിൽ ഓപ്പൺ ആക്സസ് ഉണ്ട് ആൻഡ് ക്ലോസ്ഡ് ആക്സസ് ഉണ്ട്. സോ ഫോർ എഫക്റ്റീവ് യൂസ് ഓഫ് ലൈബ്രറി മെറ്റീരിയൽസ്, ദ വേ ഇൻ വിച്ച് ആക്സസ് ഇസ് പ്രൊവൈഡഡ് ടു ദ ലൈബ്രറി മെറ്റീരിയൽസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. And a very broad principle of collection organization is whether the library should arrange the materials in open access or closed access. ഈ കളക്ഷൻ ഓർഗനൈസേഷന്റെ ഒരു മറ്റൊരു ആസ്പെക്ട് ആണ് ലൈബ്രറിയിലെ ബുക്സ് ഓപ്പൺ ആക്സസിൽ കൊടുക്കണോ ഓർ ക്ലോസ്ഡ് ആക്സസിൽ കൊടുക്കണം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഐറ്റംസ് ലോൺ ഐറ്റംസ് ആയിരിക്കും, ചിലത് റെഫറൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കളക്ഷൻസ് അങ്ങനെയൊക്കെ ലൈബ്രറിയിൽ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഈ റെഫറൻസ് കളക്ഷൻ ആൻഡ് സ്പെഷ്യൽ കളക്ഷൻസ് ഒന്നും നമ്മൾ ലോൺ ഐറ്റംസ് ആയി നമ്മൾ സർക്കുലേഷനിൽ കൊടുക്കാറില്ല. അപ്പം ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ആസ് ക്ലോസ്ഡ് ആക്സസ്. അപ്പം ഇത്രയാണ് കളക്ഷൻ ഓർഗനൈസേഷനിൽ പറയുന്നത്. താങ്ക് യു. ഓക്കെ, റിപ്പോർട്ട് അയച്ചതാണോ? റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഇത് കളക്ഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് അക്കാഡമിക് ലൈബ്രറി പറയുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ കൂടുതലായിട്ട് ഇതിനകത്ത് കൊടുത്തത് കംപ്ലീറ്റ്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ, കാറ്റലോഗിങ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഓർഗനൈസേഷൻ എന്താന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇതില് ആ ടോപ്പിക് എന്താന്നുള്ളത് മാത്രങ്ങൾ അറിഞ്ഞിരിക്കുക. കളക്ഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മാത്രം അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ നമുക്ക് അറിയുന്നത്. എന്തിനാണ് ക്ലാസിഫിക്കേഷൻ, എന്തിനാണ് കാറ്റലോഗിങ്, ഇതൊക്കെ നമ്മൾ ഇത്രയും പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതി വെക്കുക. കളക്ഷൻ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല അതിനകത്ത്. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഇപ്പൊ എടുക്കാനായിട്ടുണ്ടോ? ഒരാൾക്കും കൂടി എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും എടുക്കുന്നുണ്ടോ? സർ ഞാൻ എടുക്കാം. ആരാ? ആഷിഫ. ആഷിഫ, ടോപ്പിക് പറയൂ. ടോപ്പിക് പറയൂ. റോൾ ഓഫ് എൻസിആർടി ആൻഡ് എൻസിആർടി ഫോർ പ്രൊമോട്ടിംഗ് അക്കാദമിക് ലൈബ്രറി. റോൾ ഓഫ് എസ്സിആർടി ആൻഡ് എൻസിആർടി. പേജ് നമ്പർ അറിയാം? പേജ് നമ്പർ ബുക്ക് ഞാൻ പറയാം. 40, പേജ് നമ്പർ 40-ലാണുള്ളത് കേട്ടോ. പേജ് നമ്പർ 40, 41 അതിലാണുള്ളത് NCERT, SCERT. അതിന്റെ റോള് എന്താണെന്നാണ്. പറഞ്ഞോളൂ, എടുത്തോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇതിന്റെ ടോപ്പിക് റോൾ ഓഫ് NCERT ആൻഡ് NCERT ഫോർ പ്രൊമോട്ടിംഗ് അക്കാദമിക് ലൈബ്രറീസ്. There are a number of national and state educational institutions that are engaged in training librarians as well as teachers librarians. ഇവിടെ നമ്മുടെ സ്റ്റേറ്റില് അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ലെവലിലും പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ലൈബ്രറിയൻസിനും അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറിയൻസിനും ടീച്ചേഴ്സ് ലൈബ്രറിയൻസിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്ന. Apart from UGC, there are several educational institutions, namely NCERT and SCERT, that are providing training facility to librarians of school, colleges, university to upgrade their professional knowledge and skills. UGC-ന്റെ പാർട്ടിൽ വരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് NCERT, SCERT. ഈ NCERT, SCERT ഇതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറിയന് അതുപോലെ തന്നെ കോളേജ് ലൈബ്രറിയൻസ്, യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നൽകുന്നുണ്ട്. അവരുടെ സ്കില്ലും അതുപോലെ തന്നെ നോളജും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി എന്താണ് NCERT എന്ന് നോക്കാം. നാഷണൽ കൗൺസിലിംഗ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇതാണ് NCERT-ന്റെ ഫുൾ ഫോം. നാഷണൽ കൗൺസിലിംഗ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇസ് ആൻ ഓട്ടോണോമസ് ഓർഗനൈസേഷൻ. അതൊരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1961 അണ്ടർ ദ സൊസൈറ്റി രജിസ്ട്രേഷണൽ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1961 അണ്ടർ സൊസൈറ്റി രജിസ്ട്രേഷണൽ ആക്ട് 1916 വിത്ത് ഹെഡ് ക്വാർട്ടർ ഓഫ് ന്യൂഡൽഹി. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ വന്നിട്ട്
ന്യൂഡൽഹിയിലാണ്. It advise and assist the central and state government on qualitative improvement in school educational with the school and educational centers. അതായത് അഡ്വൈസ് ചെയ്യാ സെൻട്രൽ ഗവൺമെന്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അഡ്വൈസ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് NCERT-ന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇനി ഇതിന്റെ മറ്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെവലപ്പ് ആൻഡ് ഡിസമിനേറ്റീവ് ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷണൽ techniques and practices, organize pre-service and in-service training of teachers, prepare and publish model textbooks, supplementary materials, newsletters, journals, and other related literature, to develop teaching learning materials, to conduct all Indian educational survey, to provide computer education in school and other learning institution. അതായത് ടീച്ചേഴ്സിന് അതുപോലെ തന്നെ ലൈബ്രറിയൻസിന് എല്ലാവർക്കും പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മോഡൽ ടെക്സ്റ്റ് ബുക്സും സപ്ലിമെന്ററി മെറ്റീരിയൽസ്, ന്യൂസ് ലെറ്റേഴ്സ്, ജേണൽസ് ഒക്കെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്യുക. പിന്നെ ടു ഡെവലപ്പ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അത് ടീച്ചേഴ്സിന്റെ ഒരു ഗൈഡാണ്. അതായത് എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ള അത് കറക്റ്റ് ആയിട്ട് ആ സിലബസ് വൈസ് ഉള്ള ഒരു ഗൈഡാണ് എന്ത് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്. ഇത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതൊക്കെ NCERT-ന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ടു കണ്ടക്ട് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷൻ സർവേ കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെയുള്ള അവർക്ക് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അവെയർ ചെയ്തിട്ട് അതിനുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സഹായിക്കും. ടു പ്രൊവൈഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ ആൻഡ് അതർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും കൂടി NCERT ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ NCERT-ന്റെ റീജിയണൽ ഓഫീസസ് ആയിട്ട് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ന്യൂഡൽഹി, പിന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അതും ന്യൂഡൽഹിയിലാണ് വരുന്നത്. പിന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ അജ്മീർ, പിന്നെ പണ്ഡിറ്റ് സുന്ദർലാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഭോപ്പാൽ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ. ഇതൊക്കെയാണ് NCERT-ന്റെ റീജിയണൽ ഓഫീസായിട്ട് വരുന്നത്. ഇനി ലൈബ്രറിന്റെ കേസിൽ നോക്കാന്ന് വെച്ചാല് NCERT-ൽ വരുന്നൊരു മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് മറ്റൊരു ഓർഗനൈസേഷൻ ആയിട്ട് നമുക്ക് കാണാം. ദ ഡിവിഷൻ ഓഫ് ലൈബ്രറി ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻഫർമേഷൻ DLDI ഓഫ് NCERT എന്ന് പറയുന്നത് എന്താണ്? ദ ഡിവിഷൻ ഓഫ് ലൈബ്രറി ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻഫർമേഷൻ. അത് NCERT-ന്റെ ഒരു പാർട്ടാണ്. അതെന്ന് പറയുന്നത് വെൽ എക്വിപ്ഡ് 130,000 ബുക്സ്, 500 bounds of periodicals, 5,000 bounds of periodicals and 6,000 of pamphlet subscribed to about 400 journals. അതായത് ഈ DLDI-ല് വരുന്നത് എന്ന് പറഞ്ഞാല് 130,000 ബുക്സും അതുപോലെ തന്നെ 5,000 bound of periodicals, 6,000 pamphlets, അതുപോലെ തന്നെ 400 ജേണൽസും സബ്സ്ക്രൈബ് ചെയ്തു. ഇത്തരത്തിലും ഭയങ്കര വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഡോക്യുമെന്റേഷൻ സർവീസ് NCERT നൽകുന്നുണ്ട്. It's being developing as a national resource center of education by automating library operations, resources, building the digital collection, സബ്സ്ക്രൈബിംഗ് ഇലക്ട്രോണിക് ജേണൽസ്. ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇപ്പൊ ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറി ഓപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ കളക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ജേണൽസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു DLDI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ DLDI യൂസ്ഡ് ടു കണ്ടക്ട് ഇൻ സർവീസ് പ്രോഗ്രാം from 1986 to 1995 to training the untrained librarian and teaching in change of librarians of schools, teacher training institution അതായത് TTC പോലത്തുള്ള സെന്റർ, പിന്നെ ഡിസ്ട്രിക്ട് ആൻഡ്
District Institution of Education and Training DITE to encourage proper growth of their libraries. DLTA 1986 to 1995 ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അൺട്രെയിനഡ് ആയിട്ടുള്ള ലൈബ്രറിയൻസിനും അതുപോലെ തന്നെ കോളേജ് ലൈബ്രറിയൻസിനും അതുപോലെ TTC അങ്ങനത്തെ തരത്തിലുള്ള ലേണിംഗ് സെന്ററിലുള്ള ഓരോ ലൈബ്രറിയൻസിനും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ലൈബ്രറിയൻസിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലൈബ്രറിയിൽ ഉണ്ടാകുന്ന കറന്റ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും അതിനെ കുറിച്ച് അവെയർ ആക്കാനും ബാക്കിയുള്ള നല്ല ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് പാസ് ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും DLTA കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ദ ഷോർട്ട് ടേം ട്രെയിനിങ് പ്രോഗ്രാംസ് ഓഫ് 5 days വെൽ ഓർഗനൈസ്ഡ് ടു പ്രൊവൈഡ് ബേസിക് സ്കിൽ ആൻഡ് ജനറൽ അവയർനെസ് ഓഫ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് ലൈബ്രറി. ഇത് എന്ന് പറയുന്നത് ഈ ട്രെയിനിങ് പ്രോഗ്രാം 5 ദിവസം ഒരു ഷോർട്ട് ടൈം പ്രോഗ്രാം ആണ്. ഇത് ഈ ലൈബ്രറിനെ കുറിച്ചിട്ടും അവിടെ നടക്കുന്ന പ്രൊസീജിയറിനെ കുറിച്ചിട്ടും ജനറൽ ആയിട്ടുള്ള സ്കില്ല് കൊടുക്കുക, സ്കില്ല് ലൈബ്രറിമാരിൽ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ലൈബ്രറി ഫംഗ്ഷനെ സ്മൂത്തനിങ് ആക്കാനും വേണ്ടിയിട്ടും ലൈബ്രറിയൻസിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനി NCERT കഴിഞ്ഞ് ഇനി SCERT. NCERT നാഷണൽ ലെവലിലാണെങ്കിൽ SCERT സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് SCERT എന്താന്ന് പറയാം. SCERTന്റെ ഫുൾ ഫോം സ്റ്റേറ്റ് കൗൺസിലിംഗ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. മറ്റേത് നാഷണൽ ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് ലെവലിലാണ്. ഇറ്റ്സ് ആൻ ഓട്ടോണോമസ് ബോഡി ഓഫ് കൺസ്ട്രക്റ്റഡ് വിത്ത് ദ പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് evolution of all academic program from pre-school to higher secondary school. Pre-school to higher secondary school വരെയുള്ള എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും എന്താ പറയാ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് എന്ത് SCERT എന്ന് പറയുന്നത്. SCERT ഡൽഹി ഫൗണ്ട് ഇൻ May 1988. ഡൽഹിയിൽ SCERT ഫൗണ്ട് ചെയ്തത് 1988 ആണ്. എന്നാൽ SCERT കേരള വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1994. SCERT കേരള എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1994 The State Institute of Education (SIE), which functioned as a part of Department of Council Education, was converted to from a SCERT. അതായത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ SIE-യും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൗൺസിൽ എഡ്യൂക്കേഷനും കൂടി മിങ്കിൾ ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് SCERT ആയിട്ട് മാറുന്നത്. ഇങ്ങനെ ഒരു കൺവെൻഷനിലൂടെ നമുക്ക് ന്യൂ ഡയറക്ഷൻ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ ദി സ്റ്റേറ്റ്, അത് പുതിയൊരു വൈത്തിരിവിന് സ്കൂൾ എഡ്യൂക്കേഷന് നല്ലൊരു നേട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ SCERT-ന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മളെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അവരായിരിക്കും SCERT-ന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. ദ മേജർ എയിം ഓഫ് ദ കൗൺസിലിംഗ് ഈസ് ദ ബ്രിങ് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫീൽഡ് ഓഫ് സ്കൂൾ. അതായത് സ്കൂൾ ഫീൽഡില് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് SCERT-ന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇനി SCERT-ന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം. To act as an agent of change in school education, non-formal education and teacher education in the state. ഒരു സ്റ്റേറ്റിന്റെ ഈ ഒരു സ്കൂൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നോൺ ഫോർമൽ എഡ്യൂക്കേഷന് ടീച്ചർ എഡ്യൂക്കേഷനും ഒക്കെ അതിന്റെ ഒക്കെ ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളതാണ് SCERT-ന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ടു ഡെവലപ്പ് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് for school education, review and revise syllabus, scheme of exam and evaluation of paper and prepare question paper etc. ഇതൊക്കെയാണ് SCERT-ന്റെ വേറൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഡെവലപ്പിംഗ് എ സ്റ്റേറ്റ് കരിക്കുലം എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിനും ആവശ്യമായിട്ടുള്ള ഓരോ ക്ലാസ്സിനനുസരിച്ചുള്ള കരിക്കുലം പ്രിപ്പയർ ചെയ്യുക, ഓരോ സിലബസ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക, അതിനെ കുറിച്ചൊക്കെ ഇവാലുവേഷൻ നടത്തുക. ഇതൊക്കെയാണ് വേറൊരു ഒബ്ജക്റ്റീവ്. ടു പ്രൊവൈഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം, അതുപോലെ തന്നെ ആ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നൽകുക. അതിലൂടെ ടീച്ചേഴ്സിന്റെ ആ ഒരു കഴിവ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഇനി SCERT ഇൻ ലൈബ്രറിന്റെ SCERT-ന്റെ ഒബ്ജക്റ്റീവ് ലൈബ്രറീസിൽ വരുമ്പോൾ അല്ലെ ലൈബ്രറിയൻസ്മാർക്ക് എങ്ങനെ ഉപകാരമാവുമെന്ന് നമുക്ക് നോക്കാം.
create awareness about changing role of school librarians due to the educational reforms. അതായത് ഓരോ വർഷം കൂടുന്തോറും എല്ലാ ഒരു ഫീൽഡിലും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും അതുപോലെ തന്നെ ഓരോരോ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ വരും. അതായത് ലൈബ്രറീസിന്റെ കാര്യം നോക്കാൻ വെച്ചാല് ആദ്യം ട്രഡീഷണൽ ലൈബ്രറിയിൽ നിന്ന് ഇപ്പൊ ഓട്ടോമേറ്റഡ് ലൈബ്രറി വരായി. അപ്പൊ അത് ഓരോ വർഷത്തിൽ അതിൻ്റെതായിട്ടുള്ള അപ്ഡേഷൻസ് നടക്കും. ഇതിനെ കുറിച്ചൊക്കെ ഇവരെ അവയർനെസ് ചെയ്യുക, അതിനെ കുറിച്ചൊക്കെ അവരെ സ്കിൽഫുൾ ആക്കുക എന്നുള്ളത് SCERT ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. പിന്നെ പ്രൊവൈഡ് കോമൺ പ്ലാറ്റ്ഫോം ടു ഡിസ്കസിങ് ദയർ പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ ദ സെയിം. അതായത് ഈ ലൈബ്രറീൻസിനൊക്കെ ഒത്തുകൂടിച്ചിട്ട് അവരുടെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷന് കണ്ടെത്താന്നുള്ളതും SCERT ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ അപ്ഗ്രേഡ് ദയർ പ്രൊഫഷണൽ സ്കിൽസ് അബൌട്ട് ലൈബ്രറി പ്രൊസീജിയേഴ്സ് ടെക്നിക്സ് ആൻഡ് ഓപ്പറേഷൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വർഷം വരുന്ന ലൈബ്രറി പ്രൊസീജിയേഴ്സിൽ വരുന്ന അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിലും അതുപോലെ ടെക്നോളജിയിലും പല മാറ്റങ്ങളുണ്ട്. ഇതിനെ കുറിച്ചിട്ട് ഈ ലൈബ്രറിയൻസിനെ അപ്ഡേറ്റ് ചെയ്യാം. Improve their efficiency in promoting reading and information skills among the students. അതുപോലെ തന്നെ ഈ ഒരു എഫിഷ്യൻസി ലൈബ്രറിയൻസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിലോട് കൂടിയിട്ട് സ്റ്റുഡൻസിൽ ഉണ്ടാകുന്ന ഇൻഫർമേഷൻ സ്കില്ലും അതുപോലെ തന്നെ റീഡിങ് സ്കില്ലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറെ സഹായകമാണ്. പിന്നെ ഡെവലപ്പ് ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ആൻഡ് റിസോഴ്സ് ഷെയറിംഗ് അമംഗ് ദ ലൈബ്രറീസ്. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ലൈബ്രറിയൻസ് തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിർത്താനും അതുപോലെ തന്നെ ഈ ഒരു കോപ്പറേഷനിലൂടെ നമുക്ക് കൂടുതലായിട്ട് റിസോഴ്സസ് ഷെയർ ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് SCERTന്റെയും NCERTന്റെയും ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പിന്നെ റിപ്പോർട്ട് അയച്ചിട്ടില്ലെങ്കിൽ അയച്ചോളൂ. ഇതൊക്കെ ഷോർട്ട് ആൻസറിൽ മാത്രമേ ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. SCERT NCERT ഒക്കെ. പിന്നെ ബാക്കി ടോപ്പിക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാനൊരു ടോപ്പിക് തന്നതേ ഉള്ളൂ. ബുക്കിനകത്ത് അതൊക്കെ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ക്വസ്റ്റ്യനിലൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഷോർട്ട് ആൻസറിലൊക്കെ വന്നെങ്കിലേ ഉള്ളൂ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ NCERT SCERT ഒക്കെ എന്തൊക്കെ ചെയ്യുന്നുള്ള ഏതാണ്ടൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അതിനനുസരിച്ച് എഴുതിയാൽ മതി. സർ, ആ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അതിന്റെ ഇയർ എന്ത് സർ? ഏതാണ് ഇതിന്റെ ആദ്യം പറഞ്ഞിട്ടില്ലേ, NCERTന്റെ ആദ്യം അണ്ടർ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്, അതിന്റെ ഇയർ ഒന്ന് പറയാമോ സർ? 1860 അല്ലേ? അതെ, 1860. ഓക്കെ. ലൈക്ക് അവരെടുത്തപ്പോ അത് 1960 പറഞ്ഞത്, അതുകൊണ്ട് ഡൗട്ട് വന്നു. അല്ല, ആക്ട് 1816 തന്നെയാണ്. അത് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറോ മറ്റാണ് 1961 പറയുന്നത്. NCERT വന്നതിന് ശേഷം കൊടുത്ത ഇയർ ആയിരിക്കാം അത്. പക്ഷെ ആക്ട് വന്നിട്ടുള്ള 1816 ആണ്. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത് കേട്ടോ. ഇനി 2 ഉച്ചക്ക് 2 മണിക്ക് കേട്ടോ. നമുക്ക് ഇതേ ലിങ്ക് തന്നെയാണെന്നാ തോന്നുന്നത്. പുതിയ ലിങ്ക് തന്നിട്ടില്ല. ഇതേ ലിങ്ക് തന്നെ ആയിരിക്കാം. 2 മണിക്ക് ഓപ്പൺ ചെയ്തോളൂ കേട്ടോ. ഇനി ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ലെഫ്റ്റ് അടിച്ചോളൂ. ഓക്കെ സർ.